29ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയിൽ അവതരണം കൊണ്ടും ആവിഷ്കാരം കൊണ്ടും ഏറെ വ്യത്യസ്തമായൊരു ചിത്രമായി പാത്ത് മാറുകയാണ്. പാത്തിൻ്റെ പിന്നണിയിലും മുന്നണിയിലും പ്രവർത്തിച്ച ആൾക്കാരാണ് നമ്മോടൊപ്പം ഉള്ളത്. ജിതിൻ ബ്രോ, അടിപൊളിയായിരുന്നു കേട്ടോ. കൺഗ്രാറ്റ്സ്. എല്ലാവരും അടിപൊളിയായിരുന്നു. അപ്പോൾ ഈ ഒരു സിനിമയെക്കുറിച്ച് പറയുമ്പോൾ, പാത്തിനെക്കുറിച്ച് പറയുമ്പോൾ രണ്ട് ചോദ്യങ്ങളാണ് പ്രധാനമായിട്ട് ഇത് കണ്ട ആൾക്കാരും എൻ്റെ മനസ്സിലുള്ളത്. ആദ്യം ഈ പേര് എങ്ങനെ കൈ കിട്ടിയെന്നുള്ളതാണ്. അതെങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പാത്ത് എന്നുള്ള പേര് കുറച്ച് ക്യാച്ചിയായിട്ട് തോന്നി, അങ്ങനെ ചൂസ് ചെയ്തതിന്. പിന്നെ അത് എഴുതി വെച്ചേക്കെന്ന് വെച്ചിട്ട് പാട്ടെന്നും വായിക്കാം പാത്തൊന്നും വായിക്കാം എന്നുള്ള രീതിയിൽ കഥാപരമായിട്ട് മാച്ചായിട്ട് തോന്നിയിട്ട് അങ്ങനെ ഇട്ടത്. അല്ല, ഞാൻ അതാണ് ഉദ്ദേശിച്ചത്. ഈ പാട്ട് തന്നെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നാണ്. കാരണം ആൾക്കാർ പലരും പറയുന്നുണ്ട് പാട്ടല്ലേ ഇതെന്നോ. രണ്ടും പറയാം, അങ്ങനെ തോന്നട്ടെ എന്ന് വെച്ചിട്ടാണ് അങ്ങനെ ഒരു പേരിട്ടത്. മറ്റൊന്ന്, ഈ ചിത്രത്തിലുടനീളം നിങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യം ഇത് ഏത് ഭാഷയാണ്, എന്താണ് ഈ പാട്ടിൻ്റെ അർത്ഥം എന്നാണ്. അത് തന്നെയാണ് ഞങ്ങളും ചോദിക്കുന്നത്. എന്താണ് ഈ പാട്ടിൻ്റെ അർത്ഥം? ഇതിൻ്റെ അർത്ഥം ശരിക്കും ഇപ്പോൾ വെച്ചിട്ടാണ് ഈ പാട്ട് പരിപാടി കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് ഇൻസ്ട്രക്ഷൻ പ്രകാരം നമ്മളെ പടത്തിൻ്റെ ക്ലൈമാക്സിൽ പറഞ്ഞ ആ ഒരു കാര്യമാണ് പറഞ്ഞേക്കണത്. പിന്നെ അതന്നെയാണ് അതിൻ്റെ ഉറപ്പ്, ഇതാണ് അതിൻ്റെ ഫൈനലായിട്ടുള്ള അർത്ഥം എന്ന് ഞാൻ പറയാനില്ല. പിന്നെ മാറാം. വളരെ സീരിയസ് ആയ ഒരു കഥയാണ് ചർച്ച ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു കാര്യമാണ് പറയുന്നതെങ്കിൽ കൂടിയും അതിൽ നർമ്മം കൂട്ടിച്ചേർക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. സദസ്സിൽ നിറഞ്ഞ ചിരിയും ഉണ്ടായിരുന്നു. അത് മനഃപൂർവ്വം ഉൾക്കൊള്ളിച്ചതാണോ അതോ സ്വാഭാവികമായിട്ട് വന്നു ചേർന്നതാണോ? സ്വാഭാവികമായിട്ട് വന്നു ചേർന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇവരെല്ലാവരും കൂടെയുള്ള ആൾക്കാർ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത കാര്യമായതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ഒരു കെമിസ്ട്രി പരിപാടിയും കാര്യങ്ങളും കൗണ്ടർ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് മൊത്തത്തിൽ ഒരു ഔട്ടായി വരുമ്പോഴത്തേന് ആൾക്കാർക്ക് ചിരിയായിട്ട് തോന്നണതാണ്. എത്ര ദിവസം കൊണ്ടാണ് ഇത് ഷൂട്ട് ചെയ്തെടുത്തത്, അല്ലെങ്കിൽ എത്ര ദിവസം എൻ്റെ പിന്നിൽ പ്രവർത്തിച്ചു? ഒരു മാസത്തോളം ഷൂട്ടിംഗ് പരിപാടി കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ എക്സാക്റ്റ് ഒരു സിനിമ ഷൂട്ടിംഗ് പരിപാടി പോലൊരു പ്രോസസ്സ് ആയിരുന്നില്ല നമ്മുടെ. നമ്മളെല്ലാവരും വളരെ കുറച്ച് മിനിമൽ ക്രൂവും പിന്നെ ആരാണ് ആർട്ടിസ്റ്റ് അവരെടുത്ത് പോയിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ട്രിപ്പ് പോലെ ചില സമയത്ത് നമ്മൾ ഉച്ചക്കായിരിക്കും തുടങ്ങുക, ചിലപ്പോൾ വൈകിട്ടായിരിക്കും തുടങ്ങുക, രാത്രി കാര്യം അങ്ങനെ ബോധിപ്പിക്കാനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ നമ്മുടേതായ ഒരു സമയത്തിന് നോക്കി ചെയ്തുകൊണ്ട് ഏതാണ്ട് ഒരു മാസത്തോളം എടുത്തിട്ടുണ്ട്. മറ്റൊന്ന്, അറ്റൻഷൻ പ്ലീസ് പോലെ അല്ലെങ്കിൽ രേഖ പോലെ ഒരു കൊമേഴ്ഷ്യൽ വാല്യൂ ഉള്ള ചിത്രമായി പാത്ത് മാറുന്നുണ്ട്. ഒരു ഫെസ്റ്റിവൽ ചിത്രം മാത്രമല്ല, ഇനി തിയേറ്ററിൽ ഇത് പ്രതീക്ഷിക്കാമോ? എന്താണ് എനിക്കറിഞ്ഞുകൂടാ. അങ്ങനെ ഒരു റെസ്പോൺസ് പരിപാടി, തിയേറ്റർ പരിപാടി കാര്യങ്ങളെക്കുറിച്ചൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ആലോചിക്കാവുന്നതാണ്. ഇപ്പം നിലവിൽ എന്താണ് പ്ലാൻ എന്നുള്ളത് അങ്ങനെയൊന്നും മൈൻഡിലില്ല. സിനിമയിലെ നായികയായിരുന്നു. ഈ പാട്ട് അന്വേഷിച്ച് പോകുന്ന സമയത്ത് ഇതിൻ്റെ അർത്ഥം അറിയാമായിരുന്നു? ഇല്ല, അറിയില്ലായിരുന്നു. അപ്പോൾ ജിതിൻ എന്താ ഉദ്ദേശിക്കുന്നതെന്നുള്ള സാധനം ഇടയ്ക്കാണ് കൺവേ ചെയ്യുന്നത്, നടുക്കല്ല. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അങ്ങനെ അറിയും. ഓക്കെ, IFFKയിൽ ഒരു ചിത്രം പ്രദർശിപ്പിക്കപ്പെടുകയാണ്. എത്രത്തോളം സന്തോഷമുണ്ടെന്നുള്ളതാണ്? വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ പ്രത്യേകിച്ച് റെസ്പോൺസ് ഒക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. തീർച്ചയായും നായകനാണ്. നന്നായിരുന്നു കേട്ടോ. ഓക്കെ, എന്താണ് ഈ അർത്ഥം എന്നുള്ളത് അറിയാമായിരുന്നോ? ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ പിന്നെ ജിതിനും പറഞ്ഞിരുന്നു. ഈ അവസാനം ക്ലൈമാക്സിൽ പറയുന്ന ആ ഒരു അർത്ഥത്തിൽ പറഞ്ഞിരുന്നു. ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ പാട്ടാണോ പാത്താണോ ഏറ്റവും കൂടുതൽ ചേരുന്നത്? അത് ഡയറക്ടറിനോട് ചോദിക്കണം. ഓക്കെ, എങ്ങനെയായിരുന്നു നിങ്ങൾ ഈ കാണുമ്പോൾ തന്നെ അറിയാം, നിങ്ങളൊരു സുഹൃത്ത് വലയത്തിലുള്ള ഡയറക്ടർ പറഞ്ഞു ആ ഒരു സുഹൃത്ത് വലയത്തിൽ നിന്നുണ്ടായ ചിത്രമാണെന്നുള്ളത്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? എൻജോയ് ചെയ്താണോ ചെയ്തത്? തീർച്ചയായും എല്ലാവരും സുഹൃത്തുക്കളാണ്, ഒരുപാട് വർഷങ്ങളായിട്ട് അറിയുന്ന ആൾക്കാരാണ്. എഡിറ്റർ, ഒരു സിനിമ മികച്ചതാവണമെങ്കിൽ എഡിറ്റർ കൂടി വിചാരിക്കണമെന്നാണ് പറയുന്നത്. എന്താണ് പേരെന്താണ്? അനന്തു. അനന്തുവിനല്ല, അടുത്ത ആൾക്കാർ. ഓക്കെ, എഡിറ്റർ എന്നുള്ളൊരു നിലയിൽ IFFKയിൽ ഒരു ചിത്രം പ്രദർശിപ്പിക്കപ്പെടുകയാണ്. എന്താണ് പറയാനുള്ളത്? വളരെ സന്തോഷം. ആദ്യമായിട്ടാണ് IFFKയിൽ വരുന്നത്. അത് സ്വന്തം സിനിമയായിട്ട് വരാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഈ എഡിറ്റിംഗ് മേഖലയിൽ മുമ്പ് ഏതെങ്കിലും ചിത്രമായിട്ട് ബന്ധപ്പെട്ട് നിന്ന ആളാണോ? അസിസ്റ്റൻസ് ഒക്കെ ആയിട്ട് പോയിട്ടുണ്ട്, പക്ഷേ ആദ്യമായിട്ടാണ് ഒരു സിനിമ വർക്ക് ചെയ്യുന്നത്. ഇനി ഭാവി പരിപാടികൾ എന്തൊക്കെയാണ്? ഭാവി നന്നായിട്ട് വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഓക്കെ, എന്താണ് പേരെന്താണ്? അനന്തൻ. കോറ ഡയറക്ടറും റൈറ്ററും ആണ്. അപ്പോൾ ഈ ഞാൻ നേരത്തെ ചോദിച്ച പോലെ ഈ എഴുതുന്ന സമയത്ത് ഈ ഇപ്പോൾ AI വഴിയാണ് ഈ എന്താണ് പാട്ടിൻ്റെ വരികൾ കണ്ടെത്തിയെന്ന് പറഞ്ഞു. ഒരുപാട് ഭാഷകൾ ചേർന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഇങ്ങനെ മനസ്സിൽ കരുതിയിരുന്നു ഇത്തരത്തിലൊരു ആശയത്തിലേക്ക് എത്തണം, ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ? ജിതിൻ ഇത് ആദ്യമായി സിനിമയുടെ വൺ ലൈൻ പറയുമ്പോൾ തന്നെ കൃത്യമായിട്ടുള്ള ഐഡിയ ഉണ്ടായിരുന്നു. പിന്നെ പോലെ കുറേ അധികം പേര് ഇങ്ങനെ ഒരു പാട്ട് അന്വേഷിച്ച് നടന്ന് ലാസ്റ്റ് ഇതുപോലെ ഇതിലേക്ക് വരണം, കൃത്യമായിട്ട് എന്തിലേക്ക് വരണമെന്ന് പറഞ്ഞില്ല, എന്നാലും എങ്ങനെ പോകണമെന്ന് കൃത്യമായിട്ട് പുള്ളിക്ക് ഇതുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പടം തുടങ്ങുന്ന സമയത്തൊക്കെയാണ് ഇതിലേക്ക് ഇന്ന അർത്ഥത്തിലേക്ക് വരാം എന്ന് പുള്ളി കൺഫേം ആക്കിയത്. എന്താണ് പേരെന്താണ്? വെറ്റിനു. ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ് സിനിമ? സൗണ്ട് റെക്കോർഡ്സ് ആണ് ഇതിൻ്റെ പടത്തിൻ്റെ. സിനിമയിലുടനീളം ഉണ്ടായിരുന്നു. എങ്ങനെയാണ്? മൊത്തത്തിലുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊന്ന് കൂടുതലും ഈ ലൊക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള സൗണ്ടാണ് അതിനകത്ത് വരുന്നതല്ലേ? അത് തന്നെയാണ് കൂടുതൽ മൊത്തം അത് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഇവരോട് നേരത്തെ പറഞ്ഞ പോലെ ഒരു ജേണി ആയിരുന്നു, ഒരു യാത്രയായിരുന്നു, ടൂർ പോലെയായിരുന്നു. ഒരുപാട് സ്ഥലങ്ങൾ യാത്ര ചെയ്യാൻ പറ്റി. പിന്നെ സുഹൃത്ത് വലയങ്ങളായതുകൊണ്ട് തന്നെ ഭയങ്കര എൻജോയ് ചെയ്തിട്ടുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഓക്കെ, എന്താണ് പേരെന്താണ്?
ഏത് ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു? ഞാൻ കളറിസ്റ്റ് ആയിട്ടായിരുന്നു ചെയ്തത്. മുമ്പ് ചിത്രങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ്. ചെയ്തിട്ടുണ്ട്. ബേസിക്കലി ഞാൻ എഡിറ്ററാണ്. പക്ഷേ ജിതിൻ ചേട്ടൻ്റെ വർക്കാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിൽ എങ്ങനെയുണ്ട് IFFK എന്താണ് പ്രതികരണം? എങ്ങനെയുണ്ട്? നല്ല ഇത്രയും പ്രതീക്ഷിച്ചില്ല. ബട്ട് വളരെ സന്തോഷമുണ്ട്. അതെ അതെ. ഇവരെ കൂടാതെ അഭിനേതാക്കളും ഇതിൽ അഭിനയിച്ച മറ്റാൾക്കാരുമുണ്ട്. മാഡം എന്താണ് പറയാനുള്ളത്? IFFK ഒരു ചിത്രം എത്തുകയാണെന്നുള്ളൊരു കാര്യം കൂടി പറയുമ്പോൾ എന്താണ് പറയാനുള്ളത്? ഒരുപാട് സന്തോഷം, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇരട്ടി സന്തോഷമാണ്. കാരണം എൻ്റെ മമ്മിയുണ്ട് ഇതിൽ, അമ്മൂമ്മയായിട്ട് വരുന്ന എൻ്റെ മമ്മിയാണ്. പിന്നെ ഇത് ചെയ്യുന്ന സമയത്ത് ഇത്രയും സീരിയസ് ആയിട്ടുള്ള റോളെന്ന് അറിയില്ലായിരുന്നു. ഞാൻ എല്ലാവരോടും പറഞ്ഞ ഒരു കുഞ്ഞു സീനിലുണ്ടെന്നാണ്. പക്ഷേ പ്രധാന കഥാപാത്രങ്ങൾ കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും ഒരേ ഇമ്പോർട്ടൻസ് ഉള്ള ആളുകളായിരുന്നു. മറ്റൊന്ന്, ആ സിനിമയിൽ നമ്മൾ ചിത്രത്തിലുടനീളം കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ചിരിച്ച കൈയിടിയ ഒരു മൊമെന്റ് ആ ഒരു അർത്ഥം പറഞ്ഞു കൊടുത്തായിരുന്നു. അപ്പോൾ ആ പാട്ട് നമുക്കൊന്ന് പാടിത്തരാമോ? അത് പാടാൻ കുറേ കഷ്ടപ്പെട്ട്. അയ്യോ, വാക്കാറ്റേ 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 വാ, പോക്കാറ്റേ 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 പോ. ഒറിജിനൽ പാട്ടിനെ മൊത്തത്തിൽ മാറ്റിക്കളഞ്ഞൊരു സന്ദർഭം കൂടിയായിരുന്നു അത്. ഏതായാലും മനോഹര. അത് ജിതിൻ ബ്രോ അങ്ങനെ കരുതിയതാണോ? ഇങ്ങനെ ഓരോ ഭാഷയിലേക്ക് കൊടുക്കണം, ഓരോ ആൾക്കാരിലേക്ക് കൊടുക്കണമെന്ന് കരുതിയതാണോ? അതെ, അപ്പോൾ നമുക്കൊരു ചെറിയൊരു വ്യത്യാസ പരിപാടി കാര്യങ്ങൾ വേണം ഓരോരുത്തർ പാടുന്നതും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ മ്യൂസിക് ഡയറക്ടറാണ്. മ്യൂസിക് ഡയറക്ടർ. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് പറഞ്ഞപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലായത്? ഇപ്പോൾ ലൊക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള സൗണ്ടുകളാണ് അതിനകത്ത് കൂടുതൽ ഉപയോഗിക്കുന്നത് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്? മനസ്സിൽ റിതമിക് എലമെൻറ്റ്സ് വെച്ചിട്ട് ഇപ്പോൾ ആദ്യത്തെ ഇൻസ്ട്രുമെൻറ്റ് റിതമിക്കാണ്. അപ്പോൾ റിതംസ് വെച്ചിട്ടുള്ള ഒരു BGM പ്രോസസ്സാണ് ഇതിൽ മെജോറിറ്റി. പിന്നെ മിനിമലായിട്ടുള്ള പരിപാടീസാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു അങ്ങനത്തെ ഒരു പരിപാടിയാണ് അവസാനം നമുക്കൊരു എന്താ പറയുക, ഒരു ടോട്ടലി ഒരു എൻഡിലേക്ക് എന്നുള്ള രീതിയിൽ എന്താ പറയുക, എന്തോ അങ്ങനെയൊക്കെ ചെയ്ത് ഈ ക്ലൈമാക്സിനോട് അടുക്കുമ്പോഴും ആ ഒരു എന്താണ് ചിലങ്കയുടെ ശബ്ദമായാലും അത് മിക്സപ്പ് കുറേ കാര്യങ്ങൾ അതിനകത്ത് ഉൾക്കൊള്ളിക്കുന്നുണ്ട്. ആ ക്ലൈമാക്സിൽ പറയുന്ന ആ ഒരു സന്ദർഭത്തിനോട് അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിനോട് കൂടുതൽ അനുയോജ്യമായ ഒരു ശബ്ദമായിരുന്നു. അത് മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ചെയ്തത്. കുറേ ലാസ്റ്റത്തെ ആദ്യം നമ്മൾ മേക്ക് ചെയ്തത് ഈ പാട്ടാണ്. നമുക്ക് ത്രൂ ഔട്ട് പോണ ഒരു പാട്ടാണ് മേക്ക് ചെയ്തത്. പിന്നെ അതിന് ശേഷം ഉണ്ടാക്കിയത് ഈ ക്ലൈമാക്സ് വരുന്ന ആ BGM പ്രോസസ്സാണ്. അപ്പോൾ അതിൽ നിന്നാണ് ബാക്കി ഡിറൈവ് ചെയ്ത് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. ബാക്കോട്ടാണ് ഫ്രണ്ടോട്ട് ഇങ്ങനെ ഉണ്ടാക്കി. എങ്ങനെയുണ്ടായിരുന്നു IFFKയിലൊരു അനുഭവം ഒരു ആക്ടർ എന്നുള്ള നിലയിൽ? നല്ല അനുഭവമായിരുന്നു. കാര്യം കഴിഞ്ഞോട്ടൊക്കെ ഇവിടെ വന്ന് കറങ്ങി പോകത്തേ ഉള്ളായിരുന്നു. പക്ഷേ ഇവിടെ നമ്മുടെ ഒരു സിനിമയുള്ളപ്പം കുറച്ചും കൂടെ സന്തോഷം. എങ്ങനെയുണ്ട് റെസ്പോൺസ്? എങ്ങനെയുണ്ട്? നല്ല റെസ്പോൺസ് ഉണ്ട്. കാര്യം ഞാനിതിനകത്ത് അവസാനമായിട്ട് ജോയിൻ ചെയ്ത ആളാണെന്ന് കരുതി. ഞാൻ പണിയില്ലായിരുന്നപ്പോൾ ടിനുവിൻ്റെ അടുത്ത് എന്തെങ്കിലും വർക്കുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു ഇങ്ങനെ ഒരു ഓട്ടോക്കാരൻ്റെ പരിപാടിയുണ്ട്, നിനക്ക് ക്ലീൻ ഷീറ്റ് കിട്ടിയ ആളാണ്. ക്ലീൻ ഷീറ്റ് കിട്ടി. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു അനുഭവം? എങ്ങനെ ഉണ്ടായിരുന്നു? മൊത്തത്തിൽ സിനിമ ഒരു ടൂർ പോലെയാണെന്നാണ് സംവിധായകൻ പറഞ്ഞത്. അത് തന്നെയായിരുന്നു? അതെ, തീർച്ചയായിട്ടും. എൻ്റെ ഏറ്റവും വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്ന് ചേട്ടനോട് വർക്ക് ചെയ്യുന്നത്. കാര്യം ഞാനിതിന് മുന്നേ ചേട്ടൻ്റെ സിനിമകൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് ചേട്ടനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങനെ നിന്നപ്പോഴാണ് ഇവൻ എന്ത് പറഞ്ഞ് സ്ക്രിപ്റ്റ് അയച്ചു തരും, നിനക്ക് ഓക്കെ ആണെങ്കിൽ, അല്ല അവർക്ക് ഓക്കെ ആണെങ്കിൽ മാത്രമേ നിന്നെ വിളിക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഓക്കെ, എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ ഭാഗമായി പിന്നെ ഇവരുടെ ഏറ്റവും കൂടെ നിൽക്കുന്നു ഇപ്പോൾ IFFKയുടെ ഭാഗമായി. ഓക്കെ, തീർച്ചയായും. ഏതായാലും വളരെ മികച്ച ഒരു അവതരണമായി നിറഞ്ഞ കയ്യടികളോട് തന്നെയായിരുന്നു പാത്ത് സ്വീകരിക്കപ്പെട്ടത്. തിയേറ്ററിനുള്ളിൽ നിറഞ്ഞ കയ്യടികളുണ്ടായിരുന്നു, നിറഞ്ഞ ചിരികളായിരുന്നു. ടീം കൗമുദിക്കൊപ്പം കുഞ്ചു മുരളി.